മിശിഹായിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഫാത്തിമായിലെ കാഴ്ചകളും അതുപോലെ ഫാത്തിമായിലെ വിശേഷങ്ങളും നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ കണ്ടിരുന്നു. നമ്മൾ ഈ ഒരു എപ്പിസോഡ് കൂടെ നമ്മൾ ഫാത്തിമായിലെ വിശേഷങ്ങൾ ചെയ്യുകയാണ്. നമ്മൾ ഫാത്തിമായിലെ വിശേഷങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ കാണുക, നമ്മുടെ അന്ന് മാതാവ് പ്രത്യക്ഷപ്പെട്ട 3 കുട്ടികളുടെ ശരീരം അടക്കിയ സ്ഥലവും അതുപോലെ അങ്ങോട്ടുള്ള യാത്രയും അങ്ങനെ എന്ന് വേണ്ട ഫാത്തിമയുമായി ബന്ധപ്പെട്ട മറ്റ് ചില അനുബന്ധ കാര്യങ്ങളുമാണ് നമ്മൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കടന്നു പോവാം. അതോടൊപ്പം മാതാവിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ലോകത്തിന് തന്നെ ഏറ്റവും പ്രശസ്തമായ പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രമായ പോർച്ചുഗലിലെ ഫാത്തിമയിലെ അവർ ലേഡി ഓഫ് ബസിലിക്കയുടെ ഉൾവശത്താണ്. നമ്മുടെ കണ്ണുകളെ വിശ്വസിക്കാനാവാത്ത വിധം ശില്പകലയുടെ പൂർണ്ണമായ സൗന്ദര്യം ആസ്വദിക്കുവാൻ ഈ ദേവാലയത്തിനുള്ളിൽ നമുക്ക് കഴിയും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് നേരിട്ട് സാക്ഷികളായ ഫ്രാൻസിസ്, ലൂസി, ജസീന്ത എന്നിവരുടെ ശവകുടീരത്തിനടുത്താണ്. ഈ വിശുദ്ധരായ 3 വ്യക്തികളും ഫാത്തിമയുടെ അത്ഭുതങ്ങളുമായി താരതമ്യപ്പെടുത്തി പറയുമ്പോൾ ഏറെ ശ്രദ്ധ ആകർഷിക്കുന്നവരാണ്. ഫ്രാൻസിസ്, ലൂസി, ജസീന്ത ഇവർ 3 പേരും സഹോദരങ്ങളാണ്. ഈ കുട്ടികൾ തുടർച്ചയായി മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായ വ്യക്തികളാണ്. 1916 ഇവർക്ക് മാതാവ് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. പരിശുദ്ധ അമ്മയുടെ ദർശനത്തിന് തൊട്ടു മുമ്പായി അവർക്ക് മാലാഖ പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം തുടർച്ചയായി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങൾക്ക് ഈ കുട്ടികൾ സാക്ഷികളാവുകയും ചെയ്തു. ഇവരെ പറ്റി പറയുമ്പോൾ മാതാവ് ലോകത്തോട് മുഴുവൻ സംസാരിച്ചത് ആ കാലഘട്ടത്തിൽ ഈ 3 വ്യക്തികളിലൂടെയായിരുന്നു. ലോക ജനതയുടെ പശ്ചാത്താപവും മാനസാന്തരവും ആഗ്രഹിച്ചുകൊണ്ട് സ്വർഗം സംസാരിച്ചതും ഇവരിലൂടെയാണ്. തുടർന്ന് 1918 മുതലുള്ള കാലഘട്ടങ്ങളിൽ ഇവർ ഫ്രാൻസിസ്, ജസീന്ത എന്നിവർ സ്പാനിഷ് ഫ്ലൂ എന്ന രോഗം ബാധിച്ച് മരിച്ചുപോയി. അവർ നേരത്തെ തന്നെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമെന്ന് അവർക്ക് മാതാവിൻ്റെ കയ്യിൽ നിന്നും സന്ദേശം ലഭിച്ചിരുന്നു. അവർ അതിനുവേണ്ടി ഒരുങ്ങിയായിരുന്നു ജീവിച്ചിരുന്നത്. തുടർച്ചയായി 6 മാസക്കാലം മാതാവ് ഈ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഫ്രാൻസിസും ജസീന്തയും ആദ്യമേ തന്നെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. പിന്നീടാണ് ലൂസി ഒരു സിസ്റ്റർ ആവുകയും അതിനുശേഷം മരിച്ചു പോവുകയും ചെയ്തു. ഈ ദേവാലയത്തിനുള്ളിൽ അനേകം സന്ദർശകർ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പരിശുദ്ധ സ്ഥലത്തിൻ്റെ സാമീപ്യവും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാലുള്ള ആന്തരിക സമാധാനവും അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്കുമിടയായി. ഈ ദേവാലയത്തിനുള്ളിൽ നിൽക്കുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ കുട്ടികൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട കാലഘട്ടങ്ങളിൽ ഒരുപാട് സന്ദേശങ്ങൾ മാതാവ് ആ കുട്ടികളിലൂടെ വെളിപ്പെടുത്തിയുണ്ടായി. ഏറ്റവും ശ്രദ്ധയാകർഷിച്ച നരകദർശനം പോലും അവിടെ വെച്ചാണ് വെളിപ്പെടുത്തിയത്. ഒരുപാട് തീർത്ഥാടകർ ഈ ഓർമ്മകൾ അവിടെ ഹൃദയത്തിൽ കൊണ്ടുവരുന്നതിനായി നിരന്തരം ഇവിടെ വന്നു പോവുകയാണ്. ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു ദർശനമുണ്ട്. അവിടെ കുട്ടികൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ലോകം തിരിച്ചറിയുന്നതിന് വേണ്ടി കുട്ടികളുടെ അഭ്യർത്ഥന പ്രകാരം
മിറക്കിൾ ഓഫ് ദ സൺ എന്ന ഒരു പ്രത്യക്ഷീകരണമുണ്ടായി. കുട്ടികൾക്ക് മാത്രം മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ലോകത്തിലുള്ള മറ്റുള്ളവർക്കൂടെ വിശ്വാസം വരുത്തക്ക വിധത്തിൽ കുട്ടികളുടെ അഭ്യർത്ഥന പ്രകാരം മാതാവ് 70,000 വരുന്ന ജനങ്ങൾക്ക് നേരിട്ട് പ്രത്യക്ഷപ്പെടുകയാണെന്നുണ്ടായത്. ആ ദിവസം അനേകം വ്യക്തികൾ നോക്കി നിൽക്കെ മാതാവ് സ്വർഗത്തിൽ നിന്നും നേരിട്ടിറങ്ങി വന്നു. അന്ന് സൂര്യൻ എല്ലാവർക്കും കാണത്തക്ക വിധത്തിൽ ഭൂമിയോട് അടുക്കുകയാണ് ഉണ്ടായത്. തുടർച്ചയായ മഴയ്ക്ക് ശേഷമാണ് സൂര്യനിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. ഈ സമയം വെളിപാടിലെ കന്യക, സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ എന്ന ആ പ്രവചനം അവിടെ പൂർത്തീകരിക്കാനുണ്ടായത്. ദേവാലയത്തിനുള്ളിലെ മറ്റു പല കാഴ്ചകളും നയനാനന്ദകരമായിരുന്നു. ഇതൊക്കെ നേരിട്ട് ദർശിക്കുവാൻ എനിക്കും ഇപ്പോൾ കഴിയുന്നത് ജീവിതത്തിൻ്റെ വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഈ ദേവാലയത്തിൻ്റെ ഉൾവശം വളരെ മനോഹരമായിട്ടാണ് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ പ്രധാന അൾത്താരയുടെ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്ന വാസ്തുവിദ്യ നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണുകൾക്ക് ഒരുപാട് ആനന്ദവും സന്തോഷവും പകരുന്നതാണ്. ഇതിനുള്ളിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക ദൈവിക അനുഭൂതിയിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേകം തീർത്ഥാടകർ ഇവിടെ വരികയും പരിശുദ്ധ